നിയമസഭയെ പ്രകോപിപ്പിച്ച കുട്ടനാട് അവധി വിവാദത്തിലും അതീവ തന്ത്രപ്രധാനമായ വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ പൂർണ്ണ പിന്തുണയുമായി നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കുട്ടനാട് അവധി വിവാദവുമായി ബന്ധപ്പെട്ട് സഭയിലുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങളെ അതീവ രസകരമായ ഭാഷയിലാണ് സ്പീക്കർ ന്യായീകരിച്ചത്. നിയമസഭയിലേക്ക് അതീവ ശേഷിയുള്ള പവർഫുൾ മൈക്കുകളാണെന്നും അതുകൊണ്ട് തന്നെ ചില രഹസ്യ സംഭാഷണങ്ങൾ പുറത്തു കേട്ടെന്നിരിക്കാമെന്നും സ്പീക്കറുടെ കൗതുകകരമായ പ്രതികരണം. നിയമസഭയെ ഏറെ പ്രകോപിപ്പിച്ച കുട്ടനാട് അവധി വിവാദവുമായി ബന്ധപ്പെട്ട് സഭയിലുണ്ടായ നാടകീയ സംഭവങ്ങളും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും തികച്ചും തന്ത്രപരവും രസകരവുമായ ശൈലിയിലാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിരോധിച്ചത്. മൈക്ക് ഓഫായ സമയത്ത് മുഖ്യമന്ത്രി സംസാരിച്ച ചില കാര്യങ്ങൾ പുറത്തു കേട്ടതിനെ ചൊല്ലി സഭയ്ക്കകത്ത് വലിയ വിവാദമുണ്ടാക്കാൻ ശ്രമം നടന്ന പശ്ചാത്തലത്തിലാണ് സ്പീക്കറുടെ ഈ ശ്രദ്ധേയമായ വിശദീകരണം. സഭയിലെ സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ചും അതിലെ ഔദ്യോഗിക ചട്ടങ്ങളെക്കുറിച്ചും സ്പീക്കർ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇപ്രകാരമാണ്. മൈക്ക് ഓഫ് ചെയ്തതിനു ശേഷവും സംഭാഷണങ്ങൾ പുറത്തുവന്നതിനെ സാങ്കേതികമായ വശങ്ങൾ ചൂണ്ടിക്കാട്ടി സ്പീക്കർ ലളിതമായി ന്യായീകരിച്ചു. കേരള നിയമസഭയിൽ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതീവ സാങ്കേതിക ശേഷിയുള്ള പവർഫുൾ മൈക്ക് സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മൈക്ക് ഓഫ് ചെയ്യുന്ന ഘട്ടങ്ങളിൽ പോലും ചില ശബ്ദങ്ങളോ രഹസ്യ സംഭാഷണങ്ങളോ സ്വാഭാവികമായും പുറത്തേക്ക് കേട്ടെന്ന് വരാം. മൈക്ക് ഓഫ് ചെയ്യുന്ന സമയങ്ങളിൽ അംഗങ്ങൾ പരസ്പരം എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, അതിനെല്ലാം വലിയ വിവാദമാക്കേണ്ടതില്ലെന്ന് സൂചനയാണ് സ്പീക്കർ നൽകുന്നത്. സഭയ്ക്കകത്ത് ആരെന്ത് സംസാരിച്ചാലും അതിന് ഔദ്യോഗികമായ സാധുത ലഭിക്കുന്നത് എപ്പോഴാണെന്ന് സ്പീക്കർ ചട്ടങ്ങൾ ഓർമ്മിപ്പിച്ചു. ഒരു നിയമസഭാ അംഗം തനിക്ക് അനുവദിച്ചിരിക്കുന്ന ഔദ്യോഗിക സീറ്റിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിയമസഭാ രേഖകളിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. മൈക്ക് ഓഫായ സമയത്തോ സ്വന്തം സീറ്റിൽ അല്ലാതെയോ പറയുന്ന വാക്കുകൾ ഔദ്യോഗികമായി യാതൊരു വിലയുമില്ല. സഭയിൽ എപ്പോഴും പ്രാധാന്യം ഔദ്യോഗിക രേഖകളിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. കുട്ടനാട് അവധി വിവാദത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയെ സ്പീക്കർ പൂർണ്ണമായും ശരിവയ്ക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. കുട്ടനാട് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ അവസാനം പറഞ്ഞ കാര്യങ്ങൾ നിയമസഭാ രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സ്പീക്കർ തുറന്നു സമ്മതിക്കുന്നു. എങ്കിൽ പോലും ഈ വിവാദ വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയിൽ നൽകിയ ഔദ്യോഗിക വിശദീകരണത്തിന് പുറമെ മറ്റൊരു വിശദീകരണത്തിന്റെയോ വ്യാഖ്യാനത്തിന്റെയോ യാതൊരുവിധ ആവശ്യവുമില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അസന്നിഗ്ധമായി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആശങ്കകൾ നിലനിൽക്കെ വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയ കാര്യങ്ങളെ സ്പീക്കർ പൂർണ്ണമായും പിന്തുണച്ചു. വിഴിഞ്ഞത്തിന്റെ സുരക്ഷയും സംസ്ഥാന താൽപര്യവും മുൻനിർത്തി കർശനമായ പരിശോധനകൾ ആവശ്യമാണെന്നാണ് സ്പീക്കറുടെ പക്ഷം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൃത്യമായ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ അറിയാതെ വിഴിഞ്ഞത്ത് യാതൊരു നീക്കവും നടത്താൻ പാടില്ല. നിലവിലുള്ള ഔദ്യോഗിക കരാറുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ താൻ പൂർണ്ണമായും ശരിവയ്ക്കുന്നുവെന്നും ഇനി അദാനി ഗ്രൂപ്പിന്റെ കത്ത് ലഭിച്ചാൽ അതിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. നിയമസഭയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും പ്രതിപക്ഷാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്പീക്കർ തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം ജനകീയ സ്വഭാവം നിലനിർത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. നിയമസഭയിൽ വരുന്ന സന്ദർശകർക്ക് കടുത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഏർപ്പെടുത്തില്ല. സഭ എന്നത് ജനങ്ങളുടെ വകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായ ചില റീസണബിൾ നിയന്ത്രണങ്ങൾ മാത്രമായി ഉണ്ടാവുക. സഭാ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം ഓർപ്പിച്ചു. സഭയിലെ പവർഫുൾ മൈക്കുകളെ കുറിച്ചുള്ള സ്പീക്കറുടെ പരാമർശങ്ങൾ വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. എന്തുതന്നെയായാലും കുട്ടനാട് അവധി വിവാദത്തിലും വിഴിഞ്ഞം ഓഹരി ഇടപാടിലും മുഖ്യമന്ത്രിക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ ഈ പൂർണ്ണ പിന്തുണ ഭരണപക്ഷത്തിന് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന ഒന്നാണ്.